ഡീകാർബണൈസിംഗ് എന്ന് അറിയാമോ? അത് നിങ്ങളുടെ വാഹനത്തെ എങ്ങനെ ബാധിക്കും നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും അറിയാമോ? നമ്മുടെ വാഹനം ഓടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ടാങ്കിനകത്തുള്ള ഫ്യൂവലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയറിനെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ എഞ്ചിനകത്തോട്ട് എത്തിക്കുക ചെയ്യുന്നത്. ഈ എത്തുന്ന എയറും ഫ്യൂവലും കൂടെ ചേർന്ന് നമ്മുടെ എഞ്ചിനകത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കത്തിക്കും. ഈ കത്തിക്കുന്ന വഴിയാണ് ഒരു പവർ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നുണ്ടാകുന്ന പവർ കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടാകുകയും വാഹനം മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ പ്രോസസ്സിലൂടെ നമ്മുടെ വാഹനത്തിലുണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റുകളെല്ലാം തന്നെ പിസ്റ്റലിന്റെ മുകളിൽ വന്ന് അടിയുകയും അത് കാലാകാലങ്ങൾ കൊണ്ട് അത് ഒരുപാടായി വരികയും ചെയ്യും. ഇത് നിങ്ങളുടെ വാഹനത്തെ എങ്ങനെ ബാധിക്കും നിങ്ങൾക്കറിയാമോ? സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവാം, മൈലേജ് ഇഷ്യൂ ഉണ്ടാവാം, പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടാവാം, സ്മൂത്ത്നെസ് ഇഷ്യൂ ഉണ്ടാവാം. ഇതൊന്നും കൂടാതെ വാഹനം ബ്രേക്ക് ഡൗൺ ആകാനുള്ള ചാൻസും ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഒരു 30,000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും വാഹനത്തിലെ എഞ്ചിൻ ഡീകാർബണൈസിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിലൂടെ നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിൻ ലൈഫ് വർദ്ധിക്കുകയും മേൽപ്പറഞ്ഞ കംപ്ലൈന്റുകളുണ്ടല്ലോ ആ കംപ്ലൈന്റുകളെല്ലാം ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇതിലൂടെ പോക്കറ്റ് കാലിയാകാതെ ദീർഘകാലം കോൺഫിഡൻസോടുകൂടി വാഹനം ഓടിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയുവാനും സർവീസ് ബുക്കിങ്ങിനുമായി ഷൈമ സോനോയുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ള സർവീസ് ടിപ്സിനായി ഷൈമ സോനോയുടെ ഈ പേജും ഫോളോ ചെയ്യുക.